യുദ്ധഭൂമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു ജബലിന്റെ, ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്ത് താവളമടിച്ചിരിക്കുകയാണ്. അതിശക്തമായ രാത്രിയാണ്. മൻ യഹ്റുസുനൽ ലൈല, ഈ രാത്രി ആരാണ് ഞങ്ങൾക്ക് കാവല് നിൽക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മുഹാജിറുകളിൽ നിന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ, അൻസാരികളിൽ നിന്ന് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആല അൻഹുമ, രണ്ടുപേരും മുന്നിട്ട് വന്നു. രാത്രി മുസ്ലിം സൈന്യത്തിന് കാവല് നിൽക്കണം. ഇതാണ് രണ്ടുപേരുടെയും ദൗത്യം. സ്വഹാബത്ത് വിശ്രമിക്കുന്നു. അൻസാരികളിൽ നിന്നൊരു സഹാബിയും മുഹാജിറുകളിൽ നിന്നൊരു സഹാബിയും ആ സൈന്യത്തിന് കാവല് നിൽക്കുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ, അദ്ദേഹം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിക്കുക. രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കാം. അതുവരെയുള്ള സമയം ഖുർആൻ ഓതി ഞാൻ നമസ്കരിക്കാൻ പോവുകയാണ്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ അദ്ദേഹം വിശ്രമിച്ചു. അബ്ബാദ് റളിയല്ലാഹു തആല നമസ്കാരത്തിലാണ്. മനോഹരമായി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു. ആ താഴ്വരയിൽ ഖുർആൻ പതിഞ്ഞ സ്വരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ശത്രു ആ ഭാഗം ലക്ഷ്യമാക്കി കടന്നു വരുന്നത്. നിലാവിൽ മഹാനായ അബ്ബാദ് റളിയല്ലാഹു തആല നമസ്കരിക്കുന്നത് കണ്ടപ്പോ അത് ലക്ഷ്യമാക്കി ശത്രു അമ്പെയ്തു. മഹാനായ സഹാബിയുടെ ശരീരത്തിൽ അമ്പ് തറച്ചു കയറി. ഒരു മുള്ളേൽക്കുന്നത് പോലെയല്ല, ആഴമേറിയ മുറിവോടുകൂടെ അമ്പ് തറച്ചു കയറിയ രൂപത്തിൽ അദ്ദേഹം നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിലായിക്കൊണ്ട് തന്നെ അദ്ദേഹം അമ്പ് വലിച്ചൂരി. ഖുർആനിന്റെ പാരായണം നിലക്കുന്നില്ല. ശത്രു കരുതി ഒന്നാമത്തെ അമ്പ് അത് നഷ്ടപ്പെട്ടു, ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല. രണ്ടാമത്തെ അമ്പ് ചെയ്തു. രണ്ടാമത്തെ അമ്പും സഹാബിയുടെ ശരീരത്തിൽ തറച്ചു. അതും അദ്ദേഹം ഊരിയെടുത്തു, നമസ്കാരം തുടർത്തി. മൂന്നാമത്തെ അമ്പ് തറച്ചു. അതിവേഗത്തിൽ റുക്കൂഉം സുജൂദും ചെയ്ത് സലാം വീട്ടി മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ശരീരം മുഴുവൻ രക്തം പുരണ്ട് മുറിവേറ്റ് നിൽക്കുന്ന അബ്ബാദ് റളിയല്ലാഹു തന്നെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഒന്നാമത്തെ അമ്പേൽക്കുന്ന സമയത്തു തന്നെ, ആദ്യത്തെ മുറിവേൽക്കുന്ന സമയത്തു തന്നെ നിങ്ങൾക്കൊന്ന് വിളിച്ചുകൂടായിരുന്നു? നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? മഹാനായ സഹാബിയുടെ മറുപടി, കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹാ, ഞാനൊരു സൂറത്തിലായിരുന്നു, ഞാനൊരു സൂറത്ത് പാരായണം ചെയ്യുകയായിരുന്നു. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹാ, അത് മുറിച്ചു കളയാൻ, ആ പാരായണം നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരീരത്തിലേറ്റ അമ്പിനേക്കാൾ, ആ മുറിവിനേക്കാൾ വേദനയുണ്ടായിരുന്നു ഖുർആനിന്റെ പാരായണം നിർത്തുന്നതിന്. ആസ്വദിച്ചോതുന്ന, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹൃദയം കൊണ്ട് സംവദിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിർത്തുന്നത് സ്വന്തം ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ, ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ അമ്പിനേക്കാൾ അവർക്ക് വേദനയായി തോന്നി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആനിന് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആനിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിക്കാൻ, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചില സലഫുകളുടെ വാക്കുകളിൽ കാണാൻ സാധിക്കും, 20 കൊല്ലം ഞാൻ ഖുർആനുമായി ഞാൻ പോരാടുകയായിരുന്നു. 20 കൊല്ലം ഖുർആനിന്റെ ലദ്ദത്ത് കിട്ടാൻ, ഖുർആനിന്റെ ആസ്വാദനം കിട്ടാൻ ഞാൻ ചടഞ്ഞിരുന്നു, പഠിച്ചു. പിന്നീടുള്ള ജീവിതത്തിൽ ഖുർആൻ എനിക്ക് ആസ്വാദനമായിരുന്നു. അപ്പൊ അതൊരു പ്രക്രിയയാണ്.
അത് കേവലം ഇങ്ങനെ ഖുർആൻ ഓതിപ്പോയാൽ കിട്ടുന്ന ഒന്നല്ല. ഇന്ന് പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം കേവല പാരായണമാണ്. കേവല പാരായണം അതുമില്ലാത്തവരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും ആശയങ്ങൾ അവർക്കറിയില്ല. അള്ളാഹു പാരായണത്തിന് വേണ്ടി മാത്രമായി ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഓതുന്നതിന് വേണ്ടി മാത്രമായി അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആൻ അവതരണത്തിന് അങ്ങനെ മാത്രമായി ഒരു ലക്ഷ്യമില്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് തദബ്ബുറിനാണ്. ഖുർആനിന്റെ ആശയങ്ങളോട് ഹൃദയം കൊണ്ട് സംവദിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല വേദന അനുഭവിക്കുന്നുണ്ട്. ഒരു തണുത്ത പാത്രത്തിൽ കൈമുക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി ഇങ്ങനെ പതുക്കെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സഖറാത്ത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ഇലാ റഫീഖിൽ അലാ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയുടെ ആയിഷ റളിയല്ലാഹു തആലയുടെ മടിത്തട്ടിൽ തലവെച്ച് ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. മഹാനായ മുഗീറ റളിയല്ലാഹു തആല പറയുന്നു, കുൻതു മഅ ഉമർ ഫിൽ മസ്ജിദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഞാൻ ഉമറിന്റെ കൂടെ പള്ളിയിലായിരുന്നു. ഫസമിഅന അന്നാസ് യഖൂലൂൻ, ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മാത്ത റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അവര് കിടുങ്ങിപ്പോവുകയാണ്, അവര് വിറച്ചു പോവുകയാണ്. അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത അവര് കേൾക്കുകയാണ്. ഫഖാമ ഉമർ, ഉമർ റളിയല്ലാഹു തആല എഴുന്നേറ്റു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖദബു, ആ പറഞ്ഞത് കളവാണ്. വല്ലാഹി മാ മാത്ത റസൂലുള്ളാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയില്ല. പ്രവാചകൻ വഫാത്താവുകയില്ല, റസൂലുള്ളാഹി വഫാത്താവുകയില്ല. മഹാനായ മുഗീറ റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് എത്തി. അബൂ ഹഫ്സ്, ഒന്ന് പ്രവാചകന്റെ റൂമിലേക്ക് പ്രവേശിക്കുമോ? ഉമർ റളിയല്ലാഹു തആല റൂമിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീടിന്റെ പുറത്തു നിൽക്കുന്നു. മഹാനായ മുഗീറത്ത് ഇബ്നു ശുഅബ ആ റൂമിലേക്ക് പ്രവേശിച്ചു. യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തുണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പുതച്ചിട്ടുണ്ട്. ആ തുണി പതുക്കെ മുഗീറ റളിയല്ലാഹു തആല നീക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ആ വഫാത്ത് ഉറപ്പിച്ചു. പക്ഷെ പുറത്ത് ഉമർ റളിയല്ലാഹു തആല വൈകാരികമായി നിൽക്കുകയാണ്. ആർക്കും അത് പറയാൻ സാധിക്കുന്നില്ല. എല്ലാവരും വൈകാരികമായി നിൽക്കുന്ന രംഗം. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാതായി. ഒരു ഭ്രാന്തമായ അന്തരീക്ഷം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ റൂമിലേക്ക് കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ആ തുണി, മുഖത്തു നിന്ന് ആ തുണി മാറ്റുന്നു. രണ്ടു പിരികങ്ങൾക്കിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചുംബനം നൽകുന്നു. ബി അബി അൻത വ ഉമ്മി തിബ്ത ഹയ്യൻ വ മയ്യിതൻ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മരണപ്പെട്ട ഈ വേളയിലും അങ്ങേക്ക് സുഗന്ധമാണല്ലോ എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ ഉമർ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വഹാബികൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? റസൂലുള്ളാഹിക്ക് വഫാത്തില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയില്ല. ഉമർ, താങ്കളൊന്ന് ശാന്തമാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മിമ്പറിൽ കയറി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ,
ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. പരിശുദ്ധ ഖുർആനിന്റെ ഒറ്റ ആയത്ത്, വേറെയും ആയത്തുകൾ ആ സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കേണ്ട താമസം ആ സാഹചര്യം മാറി. വൈകാരികമായി അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട അവരുടെ വികാരം അവർക്ക് തിരിച്ചു കിട്ടി, ആദ്യമായിട്ട് ആ ആയത്ത് കേൾക്കുന്നത് പോലെ. പക്ഷെ ഖുർആൻ കേട്ടപ്പോൾ, ഖുർആനിന്റെ ആയത്ത് കേട്ടതോടുകൂടെ ആ രംഗം ശാന്തമായി. അവര് തിരിച്ചറിഞ്ഞു അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട് എന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ ഒരു ആയത്ത്, ഖുർആൻ എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളെ സ്വാധീനിച്ചത് എന്നതാണ്. ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ, 1.5 വയസ്സുള്ള കുട്ടി നമ്മുടെ വീട്ടിലുണ്ടല്ലോ. നമ്മൾ അവരെ കളിപ്പിക്കാറുണ്ട്, നമ്മൾ അവരെ ഓമനിക്കാറുണ്ട്. ആ പുഞ്ചിരി കൗതുകത്തോടുകൂടെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. 91 വരുന്ന മുറിപ്പാടുകൾ ഒരു പഞ്ഞി പോലെയുള്ള ഒരു കൊച്ചു ശരീരത്തിൽ, ആ പിഞ്ചു കാലിൽ അടക്കം സിഗരറ്റ് കൊണ്ട് കത്തിച്ചു വെച്ച് പൊള്ളലേൽപ്പിച്ച രംഗം. തണലാകേണ്ടവർ അടിച്ച് 2 കൈകളും തകർത്തിരിക്കുന്ന, ഭക്ഷണം കടിച്ചിട്ട് ആ കടിച്ച ഭക്ഷണം പോലും ആ കൊച്ചു പൈതൽ ഛർദ്ദിച്ചുപോയി എന്നാണ്. ജനനേന്ദ്രിയത്തിൽ പോലും മാരകമായ മുറിവ് വരുത്തിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് കേട്ട വാർത്തയാണ്. മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉപ്പ ഭാര്യയുടെ കഴുത്തറുക്കുന്നു. ഇതെങ്ങനെയാണ് ഈ കുടുംബങ്ങൾ ഈ രൂപത്തിലായി മാറിപ്പോകുന്നത്? എന്താണ് അവിടെ പരിഹാരം? ആർക്കാണ് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക? ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ട് പിടിച്ചുകെട്ടാൻ കഴിയുമോ? ഇതുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ഖൈസ് റളിയല്ലാഹു തആല 8ഓളം കുട്ടികളെ കുടിച്ചുമൂടിയ വ്യക്തിയാണ്. കുട്ടികളെ കുടിച്ചുമൂടിയിരുന്ന, തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന, പെണ്ണിന് വില കൽപ്പിക്കാതിരുന്ന ഒരു ജനതയെ പരിവർത്തിപ്പിച്ചത്, ഖൈറു ഉമ്മത്താക്കി മാറ്റിയത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ അവരിരുന്നപ്പോഴാണ് ഖൈറു ഉമ്മത്തായി അവർ മാറിയത്. എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ വാർത്തകൾ കേൾക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കണ്ണീരു വീഴാതിരിക്കണമെങ്കിൽ, നമ്മൾ ഖുർആൻ പഠിക്കുന്ന ബോധപൂർവമായ സാഹചര്യമുണ്ടാകണം. ഖുർആൻ പഠിക്കണം, ഓതണം എന്നല്ല പറഞ്ഞത്, കേൾക്കണം എന്നല്ല പറഞ്ഞത്. കയ്യിലൊരു പുസ്തകം പിടിച്ച്, കയ്യിലൊരു പേന പിടിച്ച് ഒരു ബെഞ്ചിലിരുന്ന് ഖുർആൻ പഠിക്കണം. ഒരു ഉസ്താദിന്റെ കീഴിലിരുന്ന് ഖുർആൻ നമ്മൾ പഠിക്കണം. അതിന് സമയം മാറ്റിവെക്കണം. ആ സമയത്ത് എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകൾ മാറ്റിവെച്ച് ഖുർആനിന് പ്രയോറിറ്റി കൊടുക്കണം. സഹോദരിമാരെ, ഈ വിഷയത്തിൽ കുറച്ച് ഗൗരവത്തിൽ സ്ത്രീകൾ ആലോചിക്കണം. പലപ്പോഴും സ്ത്രീകൾ ഖുർആൻ ക്ലാസ്സുകളിലുണ്ട്, ആണുങ്ങളില്ല. തിരക്കാണ്, ബിസിനസ്സാണ്, കച്ചവടമാണ്, നമ്മുടെ മറ്റു മേഖലകളാണ്. അള്ളാഹു നൽകിയ ഈ ആയുസ്സിൽ ആഴ്ചയിൽ 1 മണിക്കൂർ അള്ളാന്റെ കലാമ് പഠിക്കാൻ നമുക്ക് സമയമില്ല. മഹാനായ ഇമാം അഹ്മദ്, ആ ഇമാം അഹ്മദ് ഭാര്യയെക്കുറിച്ച് പറയാറുണ്ട്, വകാനത് തുഈനുനി അലാ അംരി ആഖിറതി. എന്റെ ഭാര്യ എന്റെ ആഖിറത്തിന്റെ വിഷയത്തിൽ എന്നെ സഹായിക്കുന്നവളാണ്. സഹോദരിമാരെ, അതൊരു യോഗ്യതയാണ്. കുടുംബത്തെ ആഖിറത്തിന്റെ വിഷയത്തിൽ സഹായിക്കൽ. ഭർത്താവിനോട് പറയൽ, ഈ ഉള്ള ലാഭം മതി, ഈ ഉള്ള ലാഭം മതി. ആഴ്ചയിൽ 1 മണിക്കൂർ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പോയിരുന്നാൽ കിട്ടുന്ന സന്തോഷത്തെക്കാൾ വേറൊരു സന്തോഷമില്ല. ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തണം. സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ എത്തണം.
ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ കുടുംബസമേതം നമ്മൾ ഉണ്ടാകണം. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നു. കുടുംബത്തിന്റെ ഒരു സൗഹാർദ്ദം കണ്ട്, ആ കുടുംബത്തിന്റെ ഒരു ഐക്യം കണ്ട് വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോയി. പൊതുവെ അകലുന്നൊരു കാലഘട്ടത്തിൽ വളരെ സൗഹാർദ്ദത്തോടുകൂടെ ആ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ വളർത്തിയത് ഉമ്മയാണ്, ഞങ്ങൾക്ക് തർബിയത്ത് നൽകിയത് ഉമ്മയാണ്. ഉമ്മാക്ക് തൗഹീദ് ഉണ്ടായിരുന്നു, ഉമ്മ പഠിപ്പിച്ചതാണ്. ഉമ്മമാർ മുന്നിൽ നിന്നാൽ ഈ ഉമ്മത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താണ് സഹോദരിമാരെ, നമ്മൾ ഒറ്റക്കല്ല ഖുർആൻ ക്ലാസ്സിൽ ഉണ്ടാകേണ്ടത്. ഏത് തിരക്കിലാണെങ്കിലും, എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും, ഭർത്താവിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ പെൺകുട്ടികളെ അവരെ ഖുർആൻ പഠനത്തിന്റെ ക്ലാസുകളിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം അത്തരം മജ്ലിസുകളിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ സാബിത്ത് അൽ ബുനാനി, ഖുർആൻ കേട്ടാൽ അദ്ദേഹം കരയും, ഖുർആൻ ഓതിയിട്ട് കരയും. ആളുകൾ പറയും, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? വമാ ഖൈറുഹുമാ ഇല്ലം യബ്കിയ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ പേടിച്ച് കരയാത്ത കണ്ണുകൊണ്ട് എന്തു ഗുണം? ഖുർആൻ ഓതിയിട്ട്, അള്ളാഹുവിന്റെ കലാം ഓതിയിട്ട് ഈ കണ്ണ് നനയുന്നില്ല എങ്കിൽ, ഈ കണ്ണിനൊരു സ്വാധീനവുമില്ല എങ്കിൽ ഈ കണ്ണുകൊണ്ടെന്ത് ഗുണമാണുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം ഖുർആൻ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വാധീനം ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഖുർആൻ പഠിച്ചാൽ, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ബോധപൂർവം ഖുർആൻ പഠന ക്ലാസ്സിൽ കുടുംബസമേതം മറ്റെന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച് പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.